ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നോമ്പിൻ ദിനങ്ങളിലെ വചനധ്യാനത്തിലൂടെ ഓശന്ന ദിവസത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു. ഈ ദിവസത്തിന്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. ഇന്ന് ധ്യാനിക്കുന്നത് ലൂക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം 19-ാം അധ്യായം 38-ാമത്തെ വാക്യം. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞു. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ. ജനഹൃദയങ്ങളിലെ രാജാവായിട്ടാണ് കഴുതക്കുട്ടിയുടെ മേൽ യേശു കർത്താവ് യെരുശലേമിലേക്ക് മഹത്വത്തോടെ പ്രവേശിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഓശന്ന വീണ്ടും നാം ഓർക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് പരിശോധിക്കാമോ? നമ്മുടെ ഹൃദയത്തിൽ ആരെയാണ് രാജാവായി നാം സ്വീകരിച്ചിരിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ യേശു കർത്താവിന് സ്ഥാനമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഹൃദയം പാകപ്പെട്ടിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, കർത്താവ് മഹത്വത്തോടെ വരുന്ന ഈ ഓശന്നയുടെ ഓർമ്മ ദിനം ഒതുക്കുന്ന ദിവസത്തിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് അനുദപിച്ച് ദൈവസന്നിധി വിനയപ്പെടുത്താം. കർത്താവെ, നീ മഹത്വത്തോടെ പ്രവേശിച്ചു കടന്നു വരുമ്പോൾ നിന്നെ സ്വീകരിക്കാതെ, രാജാവായി നിന്നെ ഉൾക്കൊള്ളാതെ, ഈ ലോകത്തെയും അതിലുള്ളതിനെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്തത് എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് നമുക്കൊന്നാമതായി അനുദപിച്ച് ഏറ്റുപറയാം. 2, ഇപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വത്തോടെ യെരുശലേമിലേക്ക് പ്രവേശിച്ച കർത്താവെ, അങ്ങ് എൻ്റെ ഉള്ളിലേക്ക് വന്ന് വസിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമായി കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്ന അനുഭവമായി തീരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. മഹത്വത്തോടെ യെരുശലേമിലേക്ക് പ്രവേശിച്ച കർത്താവെ, അങ്ങ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നതും ജീവിച്ചതും മരിച്ചതും ഉയർത്തതും ഞങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് തിരിച്ചറിയുന്നു. എന്നിട്ടും അങ്ങയെ സ്വീകരിക്കാതെ ലോകത്തിന് ഹൃദയങ്ങളെ കൊടുത്തത്, മറ്റ് ജഡീകമായ അനുഭവങ്ങൾക്ക് ഹൃദയത്തെ കൊടുത്തത് ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയെ ശരിയായി സ്വീകരിച്ചുകൊണ്ട് അങ്ങേക്ക് വേണ്ടി ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അവിടുന്ന് ഞങ്ങളുടെ രാജാവായി ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിക്കണമേ.